ഭാരതാംബ വിവാദത്തിൽ വി ഡി സതീശനെ വിമർശിച്ച് എസ്.എഫ്.ഐ. അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ്. ഒരു വെടിക്ക് പല പക്ഷികളെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എസ്.എഫ്.ഐ. അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി. ആദർശ് എം സജി ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇന്ന് 140 ന്യൂസ് പൊളിറ്റിക്സ് പ്രസിദ്ധീകരിക്കുന്നത്. ഭരണഘടനാ പദവിയുടെ അന്തസ്സതയ്ക്ക് നിരക്കാത്ത വിധത്തിൽ ഈ നാട്ടിലെ സകല കാര്യങ്ങളിലും ഇടപെട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗവും ഭരണനിർവഹണവും കുളമാക്കുക എന്നതാണ് രാജ്ഭവനിൽ താമസിക്കുന്ന RSSകാരൻ രാജേന്ദ്ര അർലേക്കർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന അജണ്ട. സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 1ാം റാങ്കുകാരും കലാപ്രതിഭകളും അടങ്ങുന്ന വിദ്യാർത്ഥി പ്രതിനിധികളെ ഒഴിവാക്കി RSSന്റെ കാര്യാലയത്തിൽ നിന്നുള്ള പട്ടികയിലുള്ള സംഘിക്കുഞ്ഞുങ്ങളെ സെനറ്റിൽ കയറ്റിയ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ സർവകലാശാലകളിലെ VC തസ്തികകളിലടക്കം മോഹനൻ കുന്നുമ്മേലിനെ പോലുള്ള യോഗ്യതയില്ലാത്ത സംഘപരിവാർ അനുകൂലികളെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇതിന് കുടപിടിച്ചു കൊടുത്ത് സേവി യൂണിവേഴ്സിറ്റി ഫോറം എന്ന ഉഡായിപ്പ് സംവിധാനത്തിന്റെ നേതാവായ RS ശശികുമാറും SUCI നേതാവ് ഷാജർ ഖാനും ഉൾപ്പെടെയുള്ളവരാണ്. കോൺഗ്രസുകാരനായ ശശികുമാറും RSSും തമ്മിലുള്ള ഈ അന്തർധാര കേവലമായ ഒരു വ്യക്തിയുടേത് മാത്രമല്ല. ശാഖയ്ക്ക് കാവൽ നിന്നതിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന കെ സുധാകരനും RSSകാരുടെ ഗുരുജിയായ ഗോൾവാക്കറിനു മുന്നിൽ കുമ്പിട്ട് നിന്ന വി ഡി സതീശനും ഏതു നിമിഷവും താമരക്കൊമ്പിളിനുള്ളിലെ മൂലപ്രതിഷ്ഠയിൽ വിലയം പ്രാപിക്കാനൊരുങ്ങുന്ന ശശി തരൂരും നേതൃത്വം നൽകുന്ന കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ അവരോധിക്കപ്പെട്ടതു മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അധപ്പതനത്തിന്റെ ഗതിവേഗം വർദ്ധിച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്കായി എന്തും ചെയ്യും എന്ന മനോനിലയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. വി ഡി സതീശനാണോ വി ഡി സവർക്കറാണോ പ്രതിപക്ഷ നേതാവ് എന്ന സംശയം ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിട്ടും കുറച്ചു നാളുകളായി. അദ്ദേഹത്തിനെ ഇന്ന് നയിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധതയും മുഖ്യമന്ത്രി കസേര എന്ന മലർപ്പൊടിക്കാരന്റെ പകൽ സ്വപ്നവും മാത്രമാണ്. കേരളം ഇന്നുവരെ ആർജിച്ചെടുത്ത പുരോഗമന മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ ഈ അധികാരഭ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹം ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്ന് താങ്ങി നിർത്തുന്നത് മതവർഗീയ ശക്തികളാണ്. അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ സംഘപരിവാറും മറ്റൊരു കൈയിൽ ജമാഅത്തെ ഇസ്ലാമിയുമാണ്. രണ്ടും മതരാഷ്ട്രവാദം ഉയർത്തി രാജ്യത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. ഗോവയിൽ നിന്ന് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുന്നതിനും വളരെ മുമ്പ് തന്നെ RSS ഭാരതാംബ എന്ന് വിളിക്കുന്ന കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെയും RSS ആചാര്യൻ ഗോൾവാർക്കറുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ കുമ്പിട്ട് പൂജിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സംഘപരിവാറിന്റെ ചൊൽപ്പടിയിൽ നിർത്താനും ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടാതെ നിൽക്കുന്നതും ഈ സംഘപരിവാർ വൽക്കരണത്തെ പ്രതിരോധിക്കുന്ന SFIക്കാരെ ഗുണ്ടകൾ എന്ന് വിളിക്കാൻ പാകത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനോനില മാറിയതും. രാജ്യത്തും കേരളത്തിലും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെയും കച്ചവടവൽക്കരണത്തെയും കേന്ദ്രീകരണത്തെയും ശക്തമായി പ്രതിരോധിക്കുന്ന സംഘടനയാണ് SFI. ഈ പ്രതിരോധത്തെ ഗുണ്ടായുസമായാണ് താങ്കൾക്ക് തോന്നുന്നതെങ്കിൽ താങ്കൾ പൂർണ്ണമായും ഒരു സംഘപരിവാറുകാരനായി പരിണമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കളെപ്പോലുള്ള ഒരു സംഘപരിവാറുകാരന്റെ ജൽപ്പനങ്ങൾ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും ഈ വിദ്യാർത്ഥി സംഘടന മുന്നിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ദീർഘമായ കുറിപ്പിൽ വി ഡി സതീശനെ കടന്നാക്രമിച്ചിരിക്കുന്ന ആദർശ് ഒപ്പം ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയും കെ സുധാകരനെയും RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എല്ലാം വിമർശിക്കുന്നുണ്ട്. ആദർശിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമായേക്കും.